ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഞാൻ നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് വളരെ വിഷമത്തോടെ കാണുന്നൊരു വീഡിയോയാണ്. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ശങ്കരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ദീപക് എന്ന് പറയുന്ന ഒരു യുവാവ് ജീവൻ ഒടുക്കിയത്, അതും ബസ്സിൽ വെച്ചുണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ അയാളുടെ ഒരു അഭിമാനം പങ്കുവെച്ച തരത്തിലുള്ള ഒരു വീഡിയോസ് വൈറലാവുകയും അദ്ദേഹം അതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആർക്ക് എന്ത് കിട്ടി? ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ആർക്കെന്ത് പോയി? ഓൻ്റെ കുടുംബത്തിന് പോയി. അമ്മയും അച്ഛനും ഫാമിലിയും അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചിടുന്ന വ്യക്തികളോടാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടോ ഒരാളെ അപമാനപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഇതുപോലുള്ള ആത്മഹത്യയിലേക്ക് വിട്ടിട്ടോ നമുക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ, നമുക്ക് കിട്ടുന്ന റീച്ചിനേക്കാൾ, നമുക്ക് കിട്ടുന്ന മറ്റെന്തിനേക്കാളും എത്രയോ വാല്യൂ ഉള്ളതാണ് ഒരു ജീവൻ പൊലിഞ്ഞു പോയതിലുള്ളൊരു വിഷമം. ഒരിക്കലും തിരിച്ചെടുക്കാനും തിരിച്ചു കൊടുക്കാനും പറ്റാത്ത ഒന്നാണ് ആ യുവാവിൻ്റെ മരണം എന്നുള്ളത്. നിങ്ങളേവരെയും പോലെ എന്നെയും ആ വാർത്ത വളരെയേറെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ബോഡി വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബോഡിയോട് സംസാരിക്കുന്നത് നമ്മളെ ഏവരെയും കണ്ണിനെ ഈറനണിയിച്ച കാര്യമാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്യുന്നത് ഒരിക്കലും മനഃപൂർവ്വമായിരിക്കില്ല. അത്രയ്ക്കും തിങ്ങി നിറഞ്ഞ ബസ്സായിരുന്നില്ല അത്. ആ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാഴ്ചക്കാരെ പോലെ എന്നെപ്പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും അത് കൽപ്പിച്ചു കൂട്ടി എടുത്തൊരു വീഡിയോ ആണ്. കാരണം അദ്ദേഹം ഒരു തിരിഞ്ഞു നോട്ടമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് കാണുന്ന ഒരു അസ്വാഭാവികതയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ട് അയാൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. യാത്രയുടെ അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റോപ്പായപ്പോൾ ബാഗ് ഇങ്ങനെ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്ന ഒരാളുടെ ദേഹത്ത് കൊള്ളുന്നു. ഇതാണ് നമ്മൾ ആ വീഡിയോസിൽ കണ്ടത്. അതിനെ ഇത്രയും ഇഷ്യൂസ് ആക്കിയിട്ട് ഒരു ജീവൻ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയി മരണപ്പെടേണ്ട സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ട ആ സഹോദരിക്ക് നിയമം എന്ത് നിശ്ചയിച്ചോ അതിൻ്റെ ഏറ്റവും വലിയ നിയമ വിധി കൊടുക്കണം എന്ന് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. കാരണം നമ്മളെ വീട്ടിലിരിക്കുന്ന ആണുങ്ങളും പബ്ലിക് പ്ലേസിൻ്റെ മുന്നിൽ തിരക്കുള്ള ബസ്സുകളിൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങി പോകുന്നതാണ്. ചിലപ്പോൾ ഒരു നടത്തത്തിലോ ഇതുപോലുള്ള ബസ്സുകളിലോ കയറുമ്പം ഇതുപോലെ ഒന്നും ഉണ്ടായാൽ നാളെ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങൾക്കും ഇതേ അവസ്ഥ ഉണ്ടായിക്കൂടാന്ന് ഇല്ല. ഇതുപോലെ ക്യാമറയും പിടിച്ച് പബ്ലിക് പ്ലേസിൻ്റെ മുന്നിൽ റീച്ച് കിട്ടാനും പൈസ ഉണ്ടാക്കാനും പബ്ലിക് സമൂഹത്തിൻ്റെ മുന്നിൽ വൈറലാവാനും നടക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗുണപാഠമാണ്. ദയവ് ചെയ്ത് ആരുടെയും ജീവിതത്തിൽ കല്ലെറിഞ്ഞുകൊണ്ടോ ആരുടെയും തല താഴ്ത്തിക്കൊണ്ടോ നേടിയ ഒന്നും അധിക നാൾ നിലനിൽക്കില്ല. അതിനൊക്കെ ഒരു അവസരമുണ്ടാവും. മുകളിൽ ദൈവമുണ്ടെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയും നല്ല ബോധത്തോടു കൂടിയും ജീവിക്കുക. ഒരുപാട് വിഷമം തോന്നി ആ വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക്, ഒരുപാട് വിഷമം തോന്നി. കാരണം ഇന്ന് പെണ്ണുങ്ങൾക്ക് എല്ലാത്തിനും നീതിയുണ്ട്. പെണ്ണിനെ നോക്കിയാൽ പീഡനം, തൊട്ടാൽ പീഡനം, പെണ്ണിനെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞ ഹസ്ബൻഡിനെതിരെ സ്ത്രീ പീഡനം, അമ്മയ്ക്കെതിരെ സ്ത്രീ പീഡനം, അമ്മായി അച്ഛനെതിരെ സ്ത്രീ പീഡനം. ഇതേ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. സ്ത്രീകളുടെ, അത് വൈഫാവട്ടെ, കാമുകിയാവട്ടെ, ഫ്രണ്ട്സാവട്ടെ, പെൺമക്കളാവട്ടെ, ആരാവട്ടെ, ഇവരിൽ നിന്നെല്ലാം ഒരുപാട് പീഡനങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളെക്കാളേറെ പുരുഷന്മാർ ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ വാക്കിനോ അവരുടെ സങ്കടത്തിനൊന്നും ഇന്ന് വിലയില്ല. പക്ഷെ എപ്പോഴും പറയും സമന്മാരാണ്, തുല്യത വേണം, നീതി രണ്ടാൾക്കും ഒരേപോലെയാണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഒരു സ്ത്രീയുടെ വിഷയമാണെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം, സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. ഇത് ഒരു പുരുഷനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒന്ന് ചുരുങ്ങിപ്പോയതെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ അഭിമാനം എല്ലാവർക്കും ഒരുപോലെയാണ്. സ്ത്രീയുടെ ശിരസ് താഴും പോലെ തന്നെയാണ് ദുരഭിമാനത്തിൽ ആ പുരുഷൻ്റെ തലയും താന്നിട്ടുണ്ടാവുക. പബ്ലിക് പ്ലേസിൽ ഒരു നല്ലൊരു പൊസിഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം നൊന്തിട്ടുണ്ടാവും. ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം എന്തൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും, അതൊക്കെ നമ്മളൊന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കിയാൽ നമ്മളെ ഉറക്കം തന്നെ പോകും.
അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്കും ചെയ്യുമ്പോഴത്തേക്കും ഇതിനെതിരെ പ്രതികരിക്കുക മാത്രമല്ല, ഇനി അത് മുന്നോട്ട് ഇങ്ങനെ എടുക്കാതിരിക്കാനും ഉള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ നോക്കണം, അത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ മന്ത്രി ഗണേഷ് കുമാറിനോട് പറയാനുണ്ട്. കാരണം അദ്ദേഹം ഗതാഗത മന്ത്രിയും വളരെ ബുദ്ധിമാനും നീതിമാനും വളരെ നല്ലൊരു മന്ത്രിയുമാണ്. ഒരുപാട് എനിക്കിഷ്ടമുള്ള ഒരാളുമാണ്. അതുകൊണ്ട് പറയുന്നത് ഇനി ഒരു ലേഡീസിന്, ഇങ്ങനെയുള്ള ലേഡീസിന് മാത്രം, കാരണം തൊട്ടാൽ കുറ്റം, പണ്ട് പറയില്ലേ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്ന് പറഞ്ഞിട്ടൊരിതില്ലേ, അതുപോലെ തൊട്ടാൽ കുറ്റം നോക്കിയാൽ കുറ്റം, ഒന്നും അറിയാതെ മുട്ടിയാൽ പീഡനം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഈ കണ്ണിൽ മഞ്ഞപ്പിത്തമുള്ള ലേഡീസിന് മാത്രം പിന്നെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ് ദയവ് ചെയ്ത്, എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ, അപ്പോൾ ഒരു ബസ് എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള ലേഡികൾക്ക് മാത്രം ഇറക്കിയിട്ട് ലേഡീസ് ഓൺലി മഞ്ഞപ്പിത്തമുള്ളവർക്കെന്ന് പറഞ്ഞിട്ട് കണ്ണിൽ കരടുള്ളവർക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് ഇറക്കിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ആത്മഹത്യകൾ ഒരുപാട് പുരുഷന്മാർ, ചിലപ്പോൾ അത് നമ്മളെ വീട്ടിലുള്ളവരാവാം, നിരപരാധികളാവാം. അതുകൊണ്ട് അങ്ങനെ ഒരു ബസ് ഇറക്കിയാലും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് സ്ത്രീകൾക്ക് ജീവിക്കുന്നതിനെ പോലെ തന്നെ പുരുഷന്മാർക്ക് ജീവിക്കണം. കാരണം സ്ത്രീകൾ അടുക്കളയിൽ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ അവരുടേതായ വർക്കുകളിലേക്ക് പോയി കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് പുരുഷന്മാരും. അവർ ചോര നീരാക്കി വീർപ്പാക്കി കൊണ്ടുവരുന്ന പൈസ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇന്നല്ലേ ഈ സോഷ്യൽ മീഡിയ വന്നതും അവിടെ നമുക്ക് സംസാരിക്കാനും നമുക്ക് പ്രതികരിക്കാനും ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായത്. പണ്ടത്തെ കാലത്ത് ഇതുപോലെ ഒരുപാട് പുരുഷന്മാരുടെ കീഴിൽ തന്നെയാണ് സ്ത്രീകൾ ജീവിച്ചത്. എല്ലാവരും പുരുഷന്മാരുടെ കീഴിലായിരുന്നു, അച്ഛന്മാരുടെ തണലിലായിരുന്നു, ആങ്ങളമാരുടെ തണലിലായിരുന്നു. ഇന്നാണല്ലോ സോഷ്യൽ മീഡിയയും വിദ്യാഭ്യാസത്തിനും ഒരുപാട് ഇമ്പോർട്ടൻറ്റും അതിൻ്റെ വാല്യൂ കൂടിയപ്പോഴാണല്ലോ നമ്മളെപ്പോലുള്ള സ്ത്രീകൾ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയതും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുകയും അതുപോലെ ഇതര ജോലികൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും കടകളിലും എല്ലാം സ്ത്രീകൾക്ക് കൂടുതൽ ജോലികൾ കൊടുത്തു. എന്തിനു പറയുന്നു, തൊഴിലുറപ്പ് കൊടുത്തിട്ട് എന്താ കാണിച്ചത്, ആ പുരുഷന്മാർക്കുള്ള ജോലി പോലും സർക്കാർ അവിടെ സ്റ്റോപ്പാക്കി. കാരണം ഇതൊക്കെ പണ്ട് പുരുഷന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. തെങ്ങിന് തട എടുക്കുക, റോഡ് വൃത്തിയാക്കുക, പിന്നെ ഓട ക്ലീനാക്കുക, ഇതൊക്കെ പുരുഷന്മാർ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. ഇപ്പോൾ കുറേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് സർക്കാർ കൊടുത്തിട്ട് അവിടെ കൊണ്ടിറക്കിയിട്ട് അവിടെയും കുറേ ഫിത്തിനെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ വേറൊരു കൂട്ടം. അതോടുകൂടി പുരുഷന്മാരുടെ കുറച്ചുപേര് ജോലി അതോടുകൂടി അധോഗതിയായി. എന്നിട്ട് പോരാത്തോണ്ട് ബംഗാളികളെ കൊണ്ടുവന്ന് കേരളത്തിൽ നിറച്ചിട്ട് ഇവിടെയുള്ള ആണുങ്ങൾക്ക് തീരെ പണിയില്ലാതാക്കി കോൺട്രാക്ടർമാർ. കാരണം ഇവിടെയുള്ള ആണുങ്ങൾക്ക് 1000 കൊടുക്കുമ്പോൾ അവിടെയുള്ളവർക്ക് 700-600 കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പൈസ പിടിച്ച് തിന്നാലോ എന്നുള്ളൊരു കാര്യത്തിൽ ബംഗാളികളെ കൊണ്ട് കേരളം നിറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ആണുങ്ങൾക്ക് ഒരിക്കലും പണിയില്ലാതായി. രാഹുൽ ഈശ്വർ പറയും പോലെ, അതുപോലെ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാന്ന് തോന്നുന്നു അജിത് കുമാർ സാറുണ്ട് തിരുവനന്തപുരം. അദ്ദേഹം പറയുന്ന വാക്കിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല നീതി വേണ്ടത്, പുരുഷന്മാർക്കും നീതി വേണം. രണ്ടുപേരെയും ദൈവം പഠിച്ചത് ഒരേപോലെ തന്നെയാണ്. രണ്ടുപേർക്കും ജീവൻ കൊടുത്തതും മൂക്ക് കൊടുത്തതും കണ്ണു കൊടുത്തതും എല്ലാം ഒരുപോലെ തന്നെയാണ്. അവർക്കും വേദനിച്ചാൽ വേദനിക്കുന്നൊരു ഹൃദയമുണ്ട്, അവർക്കും കുത്തിയ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, അവർക്കും ആത്മാഭിമാനം കൊണ്ട് കുനിഞ്ഞു പോകുന്ന ഒരു തലയുണ്ട് എന്നത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അത്രയൊക്കെയുള്ളൂ. വളരെ വിഷമമുണ്ട് ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ വളരെ വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ഫേസ് കാണുമ്പോഴും ആ വീട്ടിൽ ഇന്നുണ്ടായിട്ട് ആ ബോഡി കൊണ്ടുവച്ചപ്പോൾ അവിടുത്തെ അനുഭവം കണ്ടപ്പോഴൊക്കെ ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വേദനയോടെ ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നീതി ഒരുപോലെ ആവട്ടെ എന്ന പ്രാർത്ഥനയിൽ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.